പല സ്ഥലങ്ങളിലും സുബഹിന്റെ മുമ്പാണ് നബിതങ്ങൾ പ്രസവിക്കപ്പെട്ടത് എന്നുള്ള നിലക്ക് സുബഹിന്റെ മുമ്പ് പ്രത്യേകമായി ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ പള്ളിയിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ സമ്മേളിച്ചുകൊണ്ട് ഒന്നാകെ ബഹളം വെച്ചിട്ട് ആളുകളുടെ ഒക്കെ ഉറക്കം കെടുത്തുന്ന ഒരു സ്വഭാവം നമുക്കിടയിൽ വ്യാപകമായി വരുന്നുണ്ട്. ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനം വാസ്തവത്തിൽ തെറ്റായ അല്ലെങ്കിൽ അപ്രബലമായ ഒരു വീക്ഷണത്തെ തുടർന്ന് അത് വ്യാപകമായതിനെ തുടർന്നാണ്. അതിൽപ്പെട്ട ഒന്നാണ് സുബ്ഹിന്റെ മുമ്പാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവി എന്ന്. രാത്രിയിലാണ് നമ്മുടെ നാടുകളിലൊക്കെ കൂടുതലും മൗലിദ് നടക്കാറുള്ളത്. ആവശ്യമില്ലാത്ത ചില വിവാദങ്ങൾ വലിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമുണ്ടായത് പകലാണോ രാത്രിയാണോ, ഇങ്ങനെയുള്ള വിവാദങ്ങൾ വലിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ സംശയത്തിലാക്കാൻ ആരും തുനിയരുത് എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ രാത്രിയാണ് മൗലിദ് നടക്കാറുള്ളത്. പകലിൽ മൗലിദ് നടക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൂടുതലും രാത്രിയാണ് നടക്കാറുള്ളത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. നമ്മുടെ പള്ളികളിലൊക്കെ മഗ്രിബ് ഇശാഇന്റെ ഇടക്കാണ് മൗലിദ് ഓതാറുള്ളത്. മാസം കണ്ടത് അറിഞ്ഞപ്പോൾ തന്നെ ഈ ചുറ്റുപാടിൽ പല പള്ളികളിലും മൗലിദ് ഓതുന്നത് ഞാൻ വരുന്ന വഴിയിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ രാത്രിയും പകലും എല്ലാം ചെയ്യാനുള്ള ഒരു സൽക്കർമ്മമാണ് മൗലിദ്. ഞാൻ വളരെ വേദനിച്ചു പോയി. ഒരാളുടെ ഒരു പ്രസംഗം കേട്ടു. സുബഹിക്ക് മുമ്പ് റബീഉൽ അവ്വൽ 12-ന് മൗലിദ് ഓതുന്ന പരിപാടി നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ പറയാൻ ആർക്കും അധികാരവുമില്ല. മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ ഞങ്ങൾ മുതഅല്ലിമീങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടും. ഉസ്താദ് അവറുകൾ നാദാപുരത്ത് ജുമാഅത്ത് പള്ളിയിൽ ഓതിപ്പടിച്ച ഒരു വ്യക്തിയാണ്. നാദാപുരം എന്റെ നാട്. നാദാപുരം പള്ളിയിൽ ദീർഘകാലം ദർസ് നടത്തിയ മഹാപണ്ഡിതനായിരുന്നു മർഹൂം കിയൻ ഉസ്താദ് അവറുകൾ. അവരുടെ പ്രധാന ശിഷ്യനാണ് ഉസ്താദ്. ഉസ്താദ് അവറുകൾ സുബഹിന്റെ മുമ്പ് ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തും. റബീഉൽ അവ്വൽ 12 രാവ്. എന്നിട്ട് ഞങ്ങൾ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കും. അതുപോലെ അത്തരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് പ്രകടിപ്പിക്കാനുള്ള വിഷയങ്ങളിൽ ഞങ്ങളെ ഏർപ്പെടുത്തും. ഇത് കുട്ടിക്കാലം മുതലേ കണ്ട് പഠിച്ചു വന്നവനാണ് ഞാൻ. ഇങ്ങനെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടാകും. അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്യരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം ഖുബൈല സുബ്ഹി ആണോ അല്ല ബഅദൽ ഫജ്രി ഖലീലൻ അങ്ങനെയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. രണ്ടായിരുന്നാലും മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സൂഫിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളുമായ ആളുകൾ, അവരിൽ പലരും പറഞ്ഞു രണ്ടും തമ്മിൽ വൈരുദ്ധ്യമൊന്നും ഇല്ല എന്നാണ്. നബിതങ്ങളെ പ്രസവിക്കുന്നതിന്റെ ആ ആരംഭം കുറിച്ചത് സുബ്ഹിക്ക് മുമ്പും അതിന്റെ പൂർത്തീകരണമുണ്ടായത് സുബ്ഹിക്ക് ശേഷവുമായതുകൊണ്ട് രണ്ട് നിലക്കും റിപ്പോർട്ട് വന്നതാണ് എന്നത്രേ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം. മഹാനവറുകൾ ആ സമയത്തെ സംബന്ധിച്ച് ദുആക്ക് വലിയ ഇജാബത്തുള്ള സമയമാണെന്നും ആ സമയം പരിഗണിക്കണമെന്നും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചെയ്തു വരുന്ന സൽക്കർമ്മങ്ങൾ നിർത്തിക്കളയണമെന്നൊന്നും ആരും ഫത്വ കൊടുക്കരുത് എന്നാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അദബുകേടായ വാചകങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നും വരാതെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. റബീഉൽ അവ്വൽ 12 സുബഹിക്ക് മുമ്പ് നമ്മൾ ബഹളം വെക്കാറില്ലല്ലോ. ആ സമയത്ത് നേരത്തെ എഴുന്നേറ്റ് റസൂലുള്ളാഹിൻ്റെ മദ് പാടുകയും പറയുകയും ചെയ്യലാണ്. ആ സമയത്ത് ഉറങ്ങുന്ന ടൈമാണെന്ന് പറഞ്ഞു. നമ്മൾ പൊതുവേ ആ ടൈമിൽ സുബഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കാൻ വേണ്ടി പറയുന്നവരാണ്, നമ്മളൊക്കെ എഴുന്നേൽക്കുന്നവരാണ്.
ആവശ്യം അത്രേ ചർച്ചയ്ക്കുള്ളൂ.